ഞാൻ പല സ്ഥലത്തും പറയുന്നുണ്ട്, ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് രമേശ് ചേട്ടനല്ല സദാ അഭിനയിച്ചാലും അത് ഓടൂല. അതാണ് എൻ്റെ പ്രത്യേകത. സിനിമയുടെ വിജയത്തിന് നടൻ നന്നായി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് അത് ഓടണമെന്നില്ലല്ലോ. ഇല്ലല്ലോ, അതിന്റെ കഥയും തിരക്കഥയും മേക്കിങ് സിനിമ ഇതൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ സത്യം പറഞ്ഞ ഒരു നടനെ ഒരു സിനിമയുടെ വിജയവും പരാജയവും കൊടുക്കരുത്. അത് നടന്റെ അല്ല, സംവിധായകന്റെ ആണ്. ഉദയനാണ് താരം. പക്ഷെ ഈ പടം നല്ലപോലെ ഓടും. എല്ലാരും നല്ല പ്രൊമോഷനിൽ കയറുന്നുണ്ട്. ഇനിയും കണ്ടു നോക്ക്, പടം കാണുമ്പോ അറിയാൻ പറ്റും. ഈ പടം ഓടണമല്ലോ, നമുക്ക് ഓടണം. അവരെല്ലാം അതിനു വേണ്ടിട്ട് മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു ഡൗട്ട് വെച്ചോട്ടെ, ടെക്നീഷ്യൻസിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? പൈസ ഉള്ള അതും ചെയ്യാലോ, അവർക്ക് ചെയ്യാലോ. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് അങ്ങനെ ഒരു അവര് ചെയ്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? അൻവർ റഷീദ് പ്രൊഡ്യൂസറാണ്. പക്ഷെ അതൊരു വന്നിട്ടില്ല. ദിലീഷ് പോത്തും പ്രൊഡ്യൂസർ അല്ലേ? അതെ. ആഷിഖ് അബു പ്രൊഡ്യൂസർ അല്ലേ? അതെ. എന്തൊരു ക്യാമറമാര് പടം ചെയ്യുന്നു. വിഷയത്തിൽ നിന്ന് മാറി പടത്തിട്ട് വന്ന് പുള്ളി അത് നോടൂന്ന് പറഞ്ഞിട്ടിരിക്കുക. വേറെ വിഷയം അല്ല, ഞാൻ എപ്പോഴും ആലോചിച്ചത് അത് കറക്റ്റ് ആലോചിച്ച് അതിനെ കുറിച്ച് സുരേഷ് സാർ ഒന്നും പറഞ്ഞില്ല. ഫോണിൽ വിളിച്ച് പറയും, എന്നോടൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിനക്കേ ഉള്ളൂ. അല്ല, അത് അതിനെക്കുറിച്ച് പോലെ ദൈവത്തിനെ പോലെ കാണുന്നത്. എന്ത് കേട്ടില്ല. സുരേഷ് നമ്മളെ അത്ര ആത്മബന്ധമുള്ള ആളല്ലേ. അടുത്ത പടങ്ങള് നമ്മൾ ഒരുമിച്ച പടത്തിൽ ഒരുമിച്ചുള്ള സിനിമയിൽ അദ്ദേഹമായിരുന്നല്ലോ എന്റെ അച്ഛൻ. അതെ 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 അല്ലേ? അതെ. അപ്പൊ എല്ലാം എനിക്ക് തോന്നുന്നു രാജു ധ്യാൻ വിചാരിച്ച സമരം സോൾവ് ചെയ്യാന്ന് എനിക്ക് ധ്യാനെ എന്താ ആ സമരം ഒന്ന് മുൻകൈ ഏറ്റെടുത്ത് ഒന്ന് സോൾവ് ചെയ്യണം. ഞാൻ സോൾവ് ചെയ്യാം, പ്ലീസ്. ഞാൻ ചെയ്യും. കാരണം എന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ 2 വർഷത്തിലാണ് വേറെ ആർക്കും അത് കൃത്യമാണ്. ഇന്ത്യൻ സിനിമയിൽ ഒരു സമരം വന്നാൽ അവൻ സോൾവ് ചെയ്യും. ഇന്ത്യൻ സിനിമയിൽ ഇത്ര സിനിമ ചുരുങ്ങിയ കാലം കൊണ്ട് എപ്പോഴും വിജയങ്ങളിനേക്കാളും പരാജയം അനുഭവിച്ച് അതിൽ നിന്ന് പക്വത ആർജിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഓടിയ പടം എന്റെ എന്നല്ലേ പറഞ്ഞത്. വിജയം നീ ബോധർ ചെയ്യുന്നില്ല. ശരിയാ, അത് ശരിയാ. കഴിഞ്ഞ വർഷം എംപതൈസ് ചെയ്യുന്ന ആളാ എപ്പോഴും പരാജയപ്പെട്ടവരുടെ കൂടെയാണ്. കാര്യം നാളെ അവരുടെ കൂടെ നിന്ന് ഇവൻ ഒതുക്കത്തിൽ വേറെ പടങ്ങളിൽ സഹവേഷം ചെയ്യുന്നുണ്ടോ? വേറെ സഹവേഷം ചെയ്യുന്നുണ്ട് ഇവൻ. ഇവിടെ ഇന്ന് വന്നിട്ട് ഞാൻ നോക്കുമ്പോ അപ്പുറത്തെ നിലയിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നതൊക്കെ നോക്കുമ്പോ അതിലവനുണ്ട്, ഇപ്പുറത്തെ ഒരു ഇന്റർവ്യൂ നടക്കുന്ന അതിലുണ്ട്. ഇതിനിടെ നീരജ് മാധവ് ആരോ വന്നിട്ട് ഏതോ സീരീസ് അതിലിവനുണ്ട്. അങ്ങനെ പോവാണിത്. അതിനിടയിൽ ഷോ അമേരിക്കയില് ഒന്നും വിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരെ പോലെ എല്ലാരും വെറുപ്പിക്കരുത്, മര്യാദ ഒന്നും പറയരുത്. അപ്പൊ നമുക്ക് പരിപാടിയൊക്കെ കിട്ടും. സത്യങ്ങൾ പറയരുത്, സത്യങ്ങൾ പറയരുത്. ഇങ്ങനെയൊക്കെയാന്ന് എന്തും തുറന്നു പറയുന്ന ആള്, ഞാൻ എന്തും തുറന്നു പറയുന്ന ആൾ. ഈ കാര്യം വന്ന് സിനിമാ സമരം ഇവൻ അതിനുള്ള ലൈസൻസ് ഉണ്ട്, അതില്ല. ഇവൻ എന്ത് പറഞ്ഞാലും ആൾക്കാരെ ആകൂ അത്ര. നമ്മൾ പറയുമ്പോ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ആൾക്കാര്. ഇവനങ്ങനെയൊന്നുമല്ല, ഇവരെന്ത് വേണേ പറയാമല്ലോ. പ്രീമിയം കാർ ഞാനെവിടെ ചെയ്യും, അല്ലി ചെയ്യുന്നു പറ. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല അതിനകത്ത്. എന്റെ അഭിപ്രായം അറിയാമോ, നമ്മള് ഇപ്പൊ അസോസിയേഷൻ ഇതേപോലെ നവ്യനാരാണോ ഒന്ന് പറയൂ. ഇവന് ഇവിടെ ഒരു രക്ഷയില്ല. സാധനം കടിക്കുക. അല്ല അവൻ അതൊക്കെ പറയാം. എന്റെ ലംബോർഗിനിയാ പ്രശ്നം. ഇവൻ മുളച്ച് 3 പൊന്തുന്നതിന് മുമ്പ് TV ചാനലിൽ വന്ന് എനിക്ക് നവ്യനാരെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവൻ ഇപ്പൊ എന്റെ ലംബോർഗിനിയുടെ മുഖത്ത് കയറുകയാണ്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞോട്ടെ, ഇവരോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരൊറ്റ കാര്യം രണ്ടുപേരോട്. സുരേഷ് അങ്കിൾ അങ്ങനെ പറഞ്ഞു, ഓക്കെ, ഇതിന്റെ പേരിൽ വേറൊരാളെ തിരിച്ചു പറഞ്ഞു, അതിന്റെ പേരിൽ ഇത് തിരിച്ചു പറഞ്ഞു. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓക്കെ, ഇതെല്ലാം ഇരുന്നാ പിന്നെ ഇവര് പറയണ്ട ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയുന്നത്. ഇരുന്നാ പിന്നെ നേരിട്ട് പറഞ്ഞ് സംസാരിച്ച് ഒതുക്കി തീർത്തൂടെ ഇതൊക്കെ. ഇവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ ഇവിടുന്ന് പലതും വിളിച്ചു പറയാം. അത് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് അവർക്ക് നിൽക്കുന്ന എന്താ വ്യത്യാസം ഉണ്ടാകും. നമ്മളൊരു ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാരാകുമ്പോൾ ഇത് നാട്ടുകാർ കാണും. നാട്ടുകാർ കണ്ടിട്ട് ഇതിന്റെ താഴെ തെറി വിളിക്കും. ഇവർക്കും തെറി കിട്ടും, ഇവർക്കും തെറി കിട്ടും, ഇവിടെ ഇരുന്ന് എനിക്കും തെറി കിട്ടും. ഞാനെന്തിനാ തെറി കേൾക്കുന്നത്? നീയും പെടും. അപ്പൊ ഇവിടെ എനിക്ക് ഒരു പ്രശ്നമില്ല. പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നല്ല പടങ്ങൾ എടുക്കുകയാണെങ്കിൽ
അതിനകത്ത് അഭിനയിക്കുന്നവർ നല്ല കാശ് വാങ്ങിച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യാനും കൂടെ അവരുണ്ടാകണം കൂടെ, ഇല്ലേ? ഈ പ്രൊമോഷന് വിളിക്കുന്ന സമയത്ത് അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇവരുണ്ടെങ്കിലേ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലേ നമ്മള് ചെയ്യുന്നേ. അതെ, അത് ചെയ്യുന്ന അതാണ്. പെട്ടെന്ന് പറയുന്നതായിട്ട് തോന്നുന്നു ഞങ്ങൾ എന്തോ കുറ്റം ചെയ്യുവാന്ന്. നമ്മളെല്ലാവരും അതുകൊണ്ട് മലയാള സിനിമയുടെ ഒരു മലയാള സിനിമ നല്ലോണം വരണമെങ്കിൽ ഈ അഭിനയിക്കുന്നവർ കാശ് വാങ്ങിച്ചോട്ടെ. അവര് ലെറ്റ് ഹെൽപ്പ് us to സർവേ promote. ബെറ്റർ. Yeah, അതിന്റെ promote railway the station movie. അവരുടെ പ്രൊമോഷനിലൂടെ മാത്രമേ സിനിമയെ മേളിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പടം നല്ല എടുത്ത് മാർക്കറ്റിംഗ് വെച്ചിട്ട് അവര് സ്ട്രാറ്റജീസ് വന്നില്ലേ? എപ്പോഴും ഒരു സിനിമയുടെ വേണം, വിജയം വേണം. ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിലേക്ക് ഞാൻ എന്താ പറയാൻ പോയായിരുന്നു പ്രൊഡ്യൂസർ പറഞ്ഞപ്പോ, അല്ല, ഡാർവിൻ ചേട്ടൻ പറഞ്ഞപ്പോ എന്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഇരുന്ന് വളരെ ഇതായിട്ടൊരു ഇതുപോലൊരു ഇന്റർവ്യൂവിൽ നമുക്ക് പേഴ്സണലായിട്ട് പറയാം. ഇങ്ങനെ ഒരു പറയുന്ന അഭിപ്രായങ്ങൾ വിളിച്ച് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെയല്ലേ. നീ അലി വന്ന് ഇവിടെ ഇരിക്കുന്നത് നിന്റെ പടം പ്രൊമോട്ട് ചെയ്യാൻ മാത്രമാണെന്ന് നീ വിചാരിക്കരുത്. അലിക്ക് എന്തേലും കൊടുക്കണം. നീ ഒരു മണ്ണര ഇട്ട് ചൂണ്ടയിട്ടാലേ മീൻ വരുള്ളൂ. വെറുതെ സ്റ്റീൽ ഇട്ട് കൊടുത്താൽ മീൻ വരുമോ? ഇത് ഞങ്ങള് തുടങ്ങുന്നതിന് നമ്മൾ എന്താ പറയുന്ന അറിയാമോ? നല്ല ഫുള്ള് സെറ്റാക്കി കൊടുത്താൽ അത് നിങ്ങൾക്കുള്ളതാണ് വരുന്നത്. നമ്മളല്ല, ഞാനല്ല, ഞങ്ങളെ പ്ലാനിങ് ആണിത്. അല്ലേ? നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ വന്നിരിക്കല്ലേ. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുക. എന്നാൽ രണ്ടെണ്ണത്തിന് അവന്മാരോട് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഡീലിംഗ്. ആണല്ലേ? അല്ലേ? എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അല്ല, ഇപ്പൊ നമ്മള് അഭിപ്രായം പറഞ്ഞു, അതിലിപ്പോ തെറ്റെന്താ? ഒരു തെറ്റുമില്ല. തെറ്റാന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റെന്ന് പറയാമോ? ഞാൻ പറയാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു. തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്തതിന്റെ കാരണം അവരും നമ്മൾ എന്താ വ്യത്യാസം? ഇമോഷണൽ ഔട്ട് ബേസ്റ്റും നമ്മള് ഫാക്ട്സ് പറയാതിരിക്കുമ്പോഴാ തെറ്റ്. ഫാക്ട്സ് പറയാം, നല്ല രീതിയിൽ പറയാം. ഫാക്സ് അന്ന് പറഞ്ഞത് നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല. ഞാനൊരു വളരെ കാര്യം വൈകാരികമായി. ഞാൻ വളരെ പ്രസിഡന്റിന്റെ പേരെന്നാ? അസിം പ്രേം, പ്രസിഡന്റിലോ അസിം പ്രേംജി. അസിം പ്രേംജി ഇപ്പൊ എവിടെ? നമുക്ക് ആപ്പ് കേസ് ഞാൻ ഒന്നിലും തൊടാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതാ? ഒന്നും തൊടാതെയാണ് ഒന്നും തൊടാതൊന്നല്ല. ചില കാര്യങ്ങൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പിന്നെയും റിപ്പീറ്റ് പറയേണ്ടെന്ന് വെച്ചിട്ട് അത്രേ ഉള്ളൂ. തെറ്റായ കാര്യം എന്താണ് അവര് ചെയ്തത്? തെറ്റല്ല. ഞാൻ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ഇല്ലാത്ത കാര്യങ്ങൾ. ആർട്ടിസ്റ്റ് സാലറി കുറയ്ക്കണം വേണ്ടി എന്നുള്ളത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചാൽ അതിൽ സത്യാവസ്ഥയുണ്ട്. പ്രീ റിലീസ് ബിസിനസ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ സുരേഷങ്ങൾ പറഞ്ഞ സത്യാവസ്ഥയാണ്. ബിസിനസ് നടക്കുന്നില്ല, OTT ബിസിനസ് ഇല്ല, ഇതൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണ്. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ ശമ്പളം കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സിനിമകൾ ഉണ്ടാവും, ചെറിയ ബഡ്ജറ്റിലൊക്കെ സിനിമകൾ നടക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ള അവസ്ഥയിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ബേസിക്കലി ഞങ്ങൾ മൂന്നുപേരും ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരാൻ പോകും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉള്ളത് കിട്ടിയാൽ മതിയായിരുന്നു. ഉള്ളതെങ്കിലും കുറവൊക്കെ അവിടെ ഇരിക്കട്ടെ. ഉള്ളതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഉള്ളത് കിട്ടട്ടെ. അത് ചക്കൊക്കെ തന്ന് മടങ്ങി പോകാതിരുന്നാ മതിയായിരുന്നു. അത് മതി. അങ്ങനെയൊക്കെ ഒത്തിരി ചെക്ക് മടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് അത്ര സിനിമ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് മടങ്ങാറില്ല. ഞാനും മടങ്ങിയിട്ടേ ഇല്ല. ഞാൻ ചെക്ക് മടങ്ങിയിട്ടുണ്ടോ? എനിക്കില്ല. ഇന്നുവരെ വർക്ക് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് ആക്കാതെ കറക്റ്റ് ആണ് എല്ലാരും കറക്റ്റ്. ഇന്ന് വരെ അതൊക്കെ എനിക്ക് പണ്ടത്തെ സിനിമ എന്തോ പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ളു. അത് വേറെ രീതിയിൽ അവരെപ്പോഴേ ആൾക്കാർ ശ്രീനി സാർ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇത്രയും ചെക്ക് ഇരിപ്പുണ്ടെന്നുള്ള ഇന്റർവ്യൂല്. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ ഡാർവിൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വയ്ക്കുന്നു, സിനിമ അഭിനയിച്ചിട്ട് പോയാൽ പോരാ, പൈസ മേടിച്ചോണ്ട് പോരാ, അതിന് പ്രൊമോഷൻ കൂടെ വരാൻ എല്ലാ താരങ്ങളും ഒരേപോലെ ബാധ്യസ്ഥരാണ്. ഇനി ഞങ്ങൾ ദുബായിലും മിക്കവാറും പ്രൊമോഷന് വേണ്ടി പോകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ? Yeah, നമ്മൾ പോയിരിക്കും. തീർച്ചയായിട്ടും ധ്യാനം ഉണ്ടാവും. അത് അമേരിക്കയുടെ യുകെയുടെ ഡേറ്റ് നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യാവോ? എല്ലാം കൂടെ ഒരു ദിവസമാണ് പെട്ടു. നമ്മുടെ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടി 20 തീയതി വിട്ടാണ്. അത് കുഴപ്പമില്ല. ഇത് പറഞ്ഞാൽ തന്നെ പോവാം. എന്തായാലും നല്ലൊരു സിനിമ, കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ, കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ്. ഇനി അടുത്ത സ്ക്രിപ്റ്റ് ലാലേട്ടന് വേണ്ടിയാണെന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വല്ല കാര്യങ്ങൾ ലാലേട്ടന് വേണ്ടി അച്ഛനോട് നിങ്ങൾ പറഞ്ഞു, വെറുതെ പറഞ്ഞു. അതിന്റെ പുള്ളിക്ക് അത് ഓർമ്മ പോലും ഇല്ല. പുള്ളിക്ക് ഇപ്പോഴും ഓർമ്മ. എന്നെ കാണുമ്പോൾ ധ്യാൻ അന്ന് സ്ക്രിപ്റ്റ് ഇതുവരെ പൈസ തന്നിട്ടില്ല, അഡ്വാൻസ് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഇന്നും പറയാറുണ്ട്, ഞാൻ ഇതുവരെ അഡ്വാൻസ് തന്നിട്ടില്ല, സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ടെന്ന്. 500 രൂപ കൊടുത്തില്ല. 500 രൂപയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് വരാൻ പറ്റുമോ? ഞാൻ ഏതോ ഒരു ഓണത്തിനോ വിഷുവിനോ മറ്റോ നിന്റെ വീട്ടിൽ അലി വന്ന് ചോറുണ്ടെന്ന പരിപാടി ഉണ്ട്. എന്നാണ് ഇത് സംഭവിച്ചത്. അന്നൊരു സംഭവം ഉണ്ടായി. ധ്യാനിന് കൈനീട്ടം കൊടുത്തു. എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേ അതിന് നീ എന്റെ മോനാണോ? അപ്പൊ ഞാൻ തിരിച്ച് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലേക്ക് പോയ അലി ഹോം ഡെലിവറി തുടങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അന്ന് മേടിക്കുന്നുണ്ടല്ലേ? ഒന്നും മേടിക്കുന്നുണ്ട്. നീ എന്റെ മോനാണോ? ആ സ്ക്രിപ്റ്റ് മേടിക്കണം അച്ഛൻ്റെ അടുത്തുനിന്ന്.
സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിലെ മൂത്ത ആളല്ലേ, പോയി പറ മൂത്ത മോൻ. അച്ഛന്റെ പേര് അച്ഛന് ജനിക്കാതെ പോയ മൂത്ത മോനാണല്ലേ, അത് അംഗീകരിക്കണം അല്ലേ വിശാന്റെ? എല്ലാം ഓക്കെ അല്ലേ? അടിപൊളിയാണ് കാര്യങ്ങൾ, സൂപ്പർ സൂപ്പർ. ഇപ്പം സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്, നല്ല വരുമാനമുണ്ട്, പ്രീമിയം കാറുണ്ട്. പ്രീമിയം കാർ വിറ്റു, പ്രീമിയം കാർ വിറ്റു, സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിറ്റു. BMW വിറ്റോ? പിന്നില്ലേ, എനിക്ക് നിന്നെ പോലെ പടമില്ല. പിന്നെ മിണ്ടാതിരുന്നൂടെ, ഇത് പറഞ്ഞ എനിക്ക് പടം കിട്ടും. BMW യൂട്യൂബിൽ നല്ല വരുമാനമുണ്ട്, യൂട്യൂബ് തിരക്കിട്ടില്ല പോകുന്നുണ്ട്, ചാനലിന്റെ പ്രൊഡക്ഷൻ വരുന്ന കയ്യിൽ വരുന്നുണ്ട്. സ്ട്രൈക്ക് ഒന്നും ബാധിക്കില്ല, വെറുതെ അഭിപ്രായം പറയണേ. അതല്ലേ നിങ്ങളോട് ഞാൻ ടാക്സ് പറയണ്ട പറയണ്ട. നിനക്ക് ഷോയും ഉണ്ടല്ലേ? എനിക്കെല്ലാം ഉണ്ട്. സഹോന് ഒരു വിഷയമല്ല, സഹോ എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ ആപ് കൈസേ ഹും നല്ല രീതിക്ക് ആപ് കൈസേ ഹോ ചോദ്യത്തിന് ഇട്ടാലോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ 28-ാം തീയതി സിനിമ കണ്ടിറങ്ങും, നല്ല ഇഷ്ടപ്പെട്ട് നല്ല സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റട്ടെ ഈ സിനിമ കണ്ടിട്ട്. ഇൻഷാ അല്ലാ. ഇതന്നെ നാടകം. നിങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല പ്രൊമോഷൻസ് കാണിച്ച് ഞങ്ങളെ നമ്മള് ഉണ്ടാവും. ആ ഷർട്ട് ഇട്ടില്ലേ, അത് തന്നെ വലിയ കാര്യം. അതൊരു വലിയ ഐക്യദാർഢ്യമാണ്. ടീഷർട്ട് തന്നെ ഇട്ടില്ല, ഇവിടെ ഏത് ഗ്യാങ്കറും ഒന്നും ടീഷർട്ട് ഇട്ടോ? അതെ, മഞ്ജു കുറഞ്ഞു തുള്ളുന്നു. മഞ്ജുവിന് ടീഷർട്ട് ഇട്ട് കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ്. മഞ്ജു ഇവിടെ കിടന്ന് ഓടുമ്പോ ആ ടീഷർട്ട് കൊണ്ട് എത്ര റീൽ ഇവിടെ മഞ്ജു എടുത്തെന്ന് അറിയാം. നമ്മുടെ PRO മഞ്ജുജിയെ കുറിച്ചാണ് PRO മഞ്ജു വാര്യരല്ല. അതെ, ഇനിയിപ്പോ ടീഷർട്ട് മഞ്ജു ഈ റീൽ എടുത്തുന്ന മഞ്ജു ആണ്, PR ആണ്. ആ ടീഷർട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തെങ്കിൽ എത്ര റീൽ വന്നേനെ. അത് നിങ്ങളെ പ്രൊഡക്ഷൻ ശ്രദ്ധിക്കണ്ടേ? നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചോളാം. അപ്പം മഞ്ജുജി കൊടുത്ത ടീഷർട്ട് തന്നെ എനിക്കൊന്ന് അച്ഛൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ? പിന്നെ അവിടെ ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ. മോന്റെ സ്ക്രിപ്റ്റിൽ അച്ഛനും കൂടെ അഭിനയിക്കുന്നത് സിനിമ ആയതുകൊണ്ട് അവിടെ ഒരു കസേരട്ട് ഇരുത്തിയതാണെന്ന് വിചാരിച്ചു. അല്ല, അച്ഛനും കൂടെ അഭിനയിക്കുന്ന ആ സ്ക്രിപ്റ്റിൽ അച്ഛൻ അവിടെ എന്തെങ്കിലും തിരുത്ത് പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഈ കഥ പറഞ്ഞപ്പോ വെറുതെ വന്ന് ചെയ്തതല്ല. ഈ കഥ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടമായിട്ട് പുള്ളി വന്ന് ചെയ്തതാണ്. 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ മകന്റെ സ്ക്രിപ്റ്റിൽ അച്ഛൻ ചെറിയ സിനിമ കേട്ടോ, ഒരു രാത്രി സിനിമയാണ്. എപ്പോഴേ പറഞ്ഞു, ഒരു രാത്രി ഉള്ള കഥയാണ്, ഒരു പകലും രാത്രിയുള്ള കഥയാണ്. ആ സിനിമയാണ് തിയേറ്ററിലേക്ക് 28-ാം തീയതി ഇറങ്ങുന്നത്. പിഷാരടി നമുക്ക് മനോഹരമായി അവസാനിപ്പിക്കാം. 2 മിനിറ്റ് നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിച്ചു. രണ്ടുപേരും സംസാരിച്ചോ? ശ്രീനേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചതല്ലേ ഏറ്റവും അവസാനം. അത് മാത്രമല്ല, ഞാൻ അത്ര ഉള്ളോ പ്രൊഡ്യൂസർ വേട്ട ഇച്ചിരൂടെ ആകാമായിരുന്നു. ഞാൻ സിനിമയിലേക്ക് വരുവായിരുന്നു, മഞ്ജു അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുവല്ലേ, അതുകൊണ്ടല്ലേ എന്റെ പ്രശ്നം. സിനിമയിലേക്ക് വരുവായിരുന്നല്ലേ, എത്ര 40 മിനിറ്റ് നമ്മള് 28-ന് റിലീസ് ആവും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.